ഹലോ, അതെ, നമ്പീശനാണ് സാർ. സെക്രട്ടറി പോയിട്ടുണ്ട്. വിധി നമുക്ക് അനുകൂലമായിരിക്കും. ഞാൻ ഗുരുവായൂരപ്പന് പാൽപ്പായസം നേർന്നുണ്ട്. അതല്ല, കോടതിയൊക്കെ വലിയ കോടതിയാണല്ലോ സാർ. സെക്രട്ടറി വന്ന് വിളിക്കാൻ പറയാം സാർ. ശരി സാർ, ശരി ശരി. ഭഗവാനേ, ഗുരുവായൂരപ്പ. ഓ, എന്താ ഇവിടെ കിടന്ന കഥകളി? ഇപ്പൊ ചെയർമാൻ വിളിച്ച് വെച്ചതേ ഉള്ളൂ. കേസിന്റെ കാര്യം എന്തായി സാർ? ഗോപി നന്ദഗോപാലിന്റെ കേസിന്റെ കാര്യം ചോദിച്ചു. അത് തന്നെയാ പറഞ്ഞത്. അയാളെ പൂർവ്വകാല പ്രാബല്യത്തോടെ തിരിച്ചെടുക്കാൻ കോടതി വിധിയായി. ചതിച്ചോ ഭഗവാനെ? ചതിച്ചത് ഭഗവാനല്ല, നിങ്ങളൊക്കെ തന്നെയാ. അയാൾ വലിയ മറ്റടുത്ത കലാകാരൻ എന്നൊക്കെ അല്ലയോ കോടതി മൊഴി കൊടുത്തത്? അയാള് കലാകാരനല്ല, മണ്ണാങ്കട്ടല്ല, തെമ്മാടിയാ. അല്ലെങ്കിൽ എന്റെ കുട്ടിയുടെ അരങ്ങേറ്റം നശിപ്പിച്ച് കൊളാക്കൂ. അനുഭവിച്ചോ? ഒരു കുട്ടിയുടെ അരങ്ങേറ്റം മാത്രമല്ല, ഈ സ്ഥാപനം തന്നെ അയാൾ കൊളവാക്കും. നോക്കിയോ? എന്റെ പ്രാർത്ഥനയുടെ ഫല അത്രമാത്രം കണ്ണീര് ഞാൻ ഒഴുക്കിയിട്ടുണ്ട്. ഇനിയെങ്കിലും ആളുകളെ കൊണ്ട് പറയിക്കാതെ നന്നായി ജീവിക്കേ. എന്റെ മുഖം അപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് ഉള്ളതുപോലെയല്ലേ ഉണ്ടാവും. ഇനി വേറെ മുഖം കൊണ്ടൊന്ന് വയ്ക്കാൻ പറ്റുമോ? കലാമന്ദിരത്തിൽ തിരിച്ച് ജോലിക്ക് കയറുന്നുള്ള ഒരു വാശിയായിരുന്നു. അത് നടന്നു. എന്നിട്ടും നിനക്കൊരു സന്തോഷം തോന്നുന്നില്ലേ? ഇല്ല. നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും താളത്തിന്റെയും ലോകത്ത് നിന്ന് എന്നെ പുറത്താക്കിയപ്പോൾ കരയിൽ പിടിച്ചിട്ട മത്സ്യത്തെ പോലെയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോ നിഴലിനോട് പടവെട്ടി ജയിച്ചതുപോലെ. ആര് ജയിച്ചു, ആര് തോറ്റു? എന്താ ഇദ്രോസ് അവനീ പറഞ്ഞതിന്റെ അർത്ഥം? എനിക്കും വലിയ പിടി കിട്ടിയിട്ടില്ല. നാളെ തൊട്ട് ജോലിക്ക് പോയി തുടങ്ങാൻ പറ്റുമോ? സർ, ഞാൻ ജോയിൻ ചെയ്യാൻ വന്നതാണ്. അതൊക്കെ ആഫീസില്. തന്നെ ആരാ എന്റെ മുറിയിലേക്ക് ക്ഷണിച്ചത്? എന്റെ മുറിയോ? അത് വീട്ടിൽ. ഇത് ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയുടെ മുറിയല്ലേ? താൻ എന്നോട് തർക്കുത്തരം പറയാൻ നിൽക്കാതെ പോയി പണി നോക്കടാ. പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ കണക്കുണ്ട്. അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിട്ടാ പിന്നെ അത് തീർക്കാൻ പറ്റില്ല. കണക്കോ? ആ. എന്ത് കണക്ക്? തീർന്നു. ഇത് ചെയ്തില്ലെങ്കിൽ എന്റെ മനസ്സിൽ സാറിനോടൊരു ദേഷ്യം ഇരുന്ന് പുകയും. പോലീസുകാർ കൊണ്ടുപോയി തല്ലിയപ്പോ സാറിനെ എനിക്ക് കൊല്ലാനാ തോന്നിയത്. ഇപ്പൊ ആ ദേഷ്യം തീർന്നു. ഇനി എനിക്ക് മനസ്സിനകത്ത് ഒരു കറയും ഇല്ലാതെ ജോയിൻ ചെയ്യാം. അതെ, ഈ സംഭവം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. വേറെ ആരും അറിയണ്ട. അറിഞ്ഞാൽ നടക്കേണ്ട എനിക്കല്ല. ആ, ഞാൻ ഏത് കളരിയിലാണ് പോകേണ്ടത്? എനിക്കറിയില്ല. അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ടി വരും. കുട്ടികൾ ആരും കളരി കയറുന്നില്ല. പിന്നെ എവിടെ കയറണേ? എല്ലാവരും കൂത്തമ്പലത്തിൽ കൂടിയിരിക്കുക. എന്തിന് സമരാത്രേ. സമരോ? ഇവിടെ അങ്ങോട്ട് ഏർപ്പാട് ഉണ്ടായിട്ടില്ലല്ലോ. പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാരും ഉണ്ട്. ആകെ പ്രശ്നമായ മട്ടാ സാറേ. എന്താ വാസ്തവ പ്രശ്നം? പ്രശ്നം നിങ്ങൾ തന്നെയാ. ഞാനോ? ഓ, കുട്ടികളോട് പരസ്യമായി മാപ്പ് പറയാതെ അവരൊരു കളരിയിലും കയറില്ലാത്രേ. എന്തിനാ മാപ്പ്? കള്ളും കുടിച്ചു വന്ന് ഒരു കുട്ടിയുടെ അരങ്ങേറ്റം താൻ കൂവി നശിപ്പിച്ചില്ലേ? അങ്ങനെ ഒരാളെ അവർക്കൂടെ വേണ്ടെന്ന്. ഓ, അതാണോ കാര്യം? ഞാൻ മാപ്പ് പറയാം. കോടതിയുടെ കമ്മിറ്റിയുടെ തീരുമാനം നാം അറിയേണ്ട കാര്യമില്ല. ഇത്തരം പെരുമാറ്റ ദോഷമുള്ള ഒരാളെ ഗുരുവായി അംഗീകരിക്കാൻ നാം തയ്യാറല്ല. അയാൾ പരസ്യമായി മാപ്പ് പറയണം, അല്ലെങ്കിൽ സ്വയം പിരിഞ്ഞു പോകണം. അതുവരെ ഒരു കളരി ഇവിടെ പ്രവർത്തിക്കില്ല. നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയാ, നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. മാപ്പ് പറയാ, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയാ, നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. ഞാൻ മാപ്പ് പറയാം. നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയാ, ഞാൻ മാപ്പ് പറയാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊന്നും പറയണ്ട. ഒരു കലാകാരിയുടെ അരങ്ങേറ്റം കലക്കിയതിന് മാപ്പ് പറഞ്ഞാൽ മതി. അതിനു മുമ്പ് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. ചോദിക്കൂ. ഗുരുവിന്റെ വേഷം കെട്ടി വരാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? യഥാർത്ഥ ഗുരു മത്സ്യം, കൂർമ്മം, ഭ്രമരം ഇവയുടെ തന്ത്രങ്ങൾ അറിഞ്ഞവനാകണമെന്നുണ്ട് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ. കുട്ടി, ശാസ്ത്രങ്ങൾ മുഖവുര മാത്രമാണ്. അതിനേക്കാൾ മഹത്താണ് കല. അത് ശാസ്ത്രങ്ങളെ കുറിച്ച് വിവരമില്ലാത്തവരുടെ പറച്ചിലാണ്. ഭരതന്റെ നാട്യശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ചാണ് ഞാൻ ആടിയത്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആസ്വാദകർ നിയമങ്ങളൊന്നും ശ്രദ്ധിക്കാറേയില്ല, രസിക്കാറേ ഉള്ളൂ. കലയെയും സഭയെയും അപമാനിക്കലാണോ നിങ്ങളുടെ ആസ്വാദനം?
എന്ത് വൈരാഗ്യത്തിന്റെ പേരിലാണ് നിങ്ങൾ എന്റെ അരങ്ങേറ്റത്തിന് ബഹളം ഉണ്ടാക്കിയത്? മഹാനർത്തകി എന്ന് വിശേഷിപ്പിച്ചിട്ട് ശുഷ്ക നൃത്തം ചെയ്തപ്പോൾ ഒന്ന് കൂവിപ്പോയി. ഒരൊറ്റ കൂവലിൽ ഏകാഗ്രത പോയി, താളം പോയി. കുട്ടിക്ക് അരങ്ങേറ്റത്തിനുള്ള പാകമായിട്ടില്ല. കുട്ടിയുടെ ഗുരുക്കന്മാരാണ് ആദ്യം ആ കൂവൽ കേൾക്കേണ്ടത്. ഭരതനാട്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ശാസ്ത്രീയമായി ഈ കുട്ടി ചെയ്തതിൽ എന്താണ് തെറ്റ്? പാവകളിയാണ് നിങ്ങൾ അരങ്ങേറ്റിയത്. ശാസ്ത്രീയമായി ചലിക്കുന്ന മാളവിക എന്ന പാവ. ട്യൂൺ ചെയ്തു വിട്ടാൽ ഏത് യന്ത്രമനുഷ്യനും ഭരതനാട്യം ചെയ്യും. അത് കലയല്ല, കരണങ്ങളുടെ ലയമാണ് കല. നൃത്യ നാട്യങ്ങൾ വികാരഭാവങ്ങളുടെ പ്രകടനമാണ്. ഭാവനാനുഭവത്വം ഭരതത്വം. അതിന് ഭാവന വേണം, അനുഭവം വേണം, മനസ്സും ശരീരവും അർപ്പിക്കണം. എങ്കിലേ രസം ഉണ്ടാവുള്ളൂ. യതോ ഹസ്ത സ്തതോ ദൃഷ്ടി, യതോ ദൃഷ്ടി സ്തതോ മനഃ, യതോ മനസ്തതോ ഭാവോ, യതോ ഭാവ സ്തതോ രസ. ശാസ്ത്രമാണ് നന്ദികേശന്റെ അഭിനയ ദർപ്പണം. കൈയെത്തുന്നിടത്ത് കണ്ണും, കണ്ണെത്തുന്നിടത്ത് മനസ്സും, മനസ്സെത്തുന്നിടത്ത് ഭാവവും, ഭാവമുള്ളിടത്ത് രസവും ഉണ്ടാകുന്നു. ആനന്ദ നടനം ആടിനാൻ, അവൻ ആനന്ദ നടനം ആടി എന്നാണ്. ഞാനല്ല, അവൻ നടരാജൻ. നടരാജൻ ആനന്ദ നടനം ആടി എന്നാണ് സാഹിത്യം. അതെ, ശ്രീ പരമേശ്വരനാണ് ആടിയത്. ഇവൾ ആടിയതും താണ്ഡവം തന്നെയാണ്. അവിടെ നിങ്ങളുടെ ശാസ്ത്രവിധി തെറ്റി. പും നൃത്യം താണ്ഡവം പ്രാഹു, സ്ത്രീ നൃത്യം ലാസ്യമുച്യതേ. ഭരതന്റെ നാട്യശാസ്ത്രമാണ്. പുരുഷനാണ് താണ്ഡവം, സ്ത്രീക്ക് ലാസ്യമാണ് വിധി. ആനന്ദ നടനം അവൻ ആടി എന്നാണ്, ഞാൻ ആടി എന്നല്ല. അപ്പോൾ മറ്റാരോ ആണത് പറയുന്നത്. ഉമയാകാം, അല്ലെങ്കിൽ നർത്തകി തന്നെയാകാം. അതിന് താണ്ഡവമാടിയാൽ ശരിയാകുമോ? അത് ശരിയാണെങ്കിൽ തന്നെ ആനന്ദ താണ്ഡവമാണോ ആനന്ദ നടനമാണോ? ഏത് അവസ്ഥയിലുള്ള ആനന്ദമാണ്? ഭക്തിയുടേതാണോ, പ്രണയത്തിൻ്റെതാണോ, അത്ഭുതത്തിൻ്റെതാണോ എന്ന് മനസ്സിലാക്കണം. ഓരോ ഭാവതലത്തിനും നാട്യരീതി വ്യത്യസ്തമായിരിക്കണം. അവലംബിക്കുന്നത് നാട്യശാസ്ത്രമോ അഭിനയ ദർപ്പണമോ അഭിനയ ചന്ദ്രികയോ നൃത്തരത്നാവലിയോ ഏത് ശാസ്ത്രവുമാകട്ടെ. രീതികളിൽ ഭരതനാട്യമോ കുച്ചിപ്പുടിയോ മോഹിനിയാട്ടമോ കഥകളിയോ ഭാംഗടയോ ഒഡിശിയോ മണിപ്പൂരിയോ കഥക്കോ നാടോടി നൃത്തമോ എന്തു തന്നെയാകട്ടെ, സൃഷ്ടിക്കേണ്ടത് ഭാവരസങ്ങളാണ്. നർത്തകി ചിട്ടയ്ക്കു താടുന്നവളല്ല, വ്യാഖ്യാതാവാണ്. വാചകമൊക്കെ അടിക്കാം, നിങ്ങളൊന്ന് വ്യാഖ്യാനിക്കേ. ശ്രമിക്കാം. 6-7 കൊല്ലമായി നാട്യം മനസ്സിലേ ഉള്ളൂ, പരിശീലനമില്ല. ആ കുറവ് പൊറുക്കുക. ആനന്ദ നടനം ആടിനാർ, ആനന്ദ നടനം ആടിനാർ, ആനന്ദ നടനം ആടിനാർ. കനക സഭയിലാനന്ദ നടനം ആടിനാർ. ശിലയിൽ നിന്നുയരാനൂരല്യ രാമഭക്തിലേയവാർന്നോരാനന്ദ നടനം ആടിനാർ, ആനന്ദ നടനം ആടിനാർ.
ധർമ്മഗോവർദ്ധനം കണ്ണന്റെ തൃക്കൈയിൽ ഉണരുമ്പോൾ ആടിന ഗോകുലമാനന്ദ നടനം ആടിന രാസകേളി നികുഞ്ചങ്ങളിൽ ജയരാസകേളി പ്രേമലോലയാധിക പ്രേമലോലയാധിക ആനന്ദനം ആടിനാൾ ആനന്ദ നടനം ആടിനാ ഇന്നലെ കണ്ടോ സ്വപ്നം മലിച്ചേ ജീരകച്ചെമ്പാടുപാടം വിളവേ കൊയ്തെടുത്തോ കതിരെടുത്തോ കലവറക്കൂട് നിറച്ചെടുത്തോ കലവറക്കൂട് നിറച്ചെടുത്തോ ഗമ ഗമ Gama, 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 sari gama pada, sari gama pada, sari gama pada. കതിരാനന്ദ നടനം ആടിന കനക സഭയിലാനന്ദ നടനം ആടിന ഞാൻ മാപ്പ് പറയാം. ഞാൻ മാപ്പ് ഈ സ്ഥാപനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായത്. ഗുരുകുല സമ്പ്രദായത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനമായത്. നീ അവിടെ കഥകൾ പഠിക്കാൻ വന്നോ അതോ സമരം ചെയ്ത് നേതാവാൻ വന്നോ? ഒരു സദസ്സായി പോയി ഇല്ലേ? കരണക്കുറ്റിക്കൊരെണ്ണം തന്നിട്ട് പിടിച്ചിറങ്ങി വിട്ടേനെ ഞാൻ. മാളുവിന്റെ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അതിന് അവളുടെ അച്ഛനുണ്ട്. നീ ഇപ്പൊ രക്ഷകർത്താവൊന്നും ആവണ്ട, അതൊക്കെ പിന്നെ മതി. കല്യാണം കഴിച്ചു തന്നിട്ടൊന്നുമില്ലല്ലോ. ഓ രക്ഷകർത്താവ് മതി അവനിട്ട് വഴക്ക് പറഞ്ഞത്. കുട്ടികളാവുമ്പോ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയെന്ന് വരും. ഇനി ഉണ്ടാവില്ല. കുളിമുറിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, കുളിച്ചാ ഊണ് കഴിക്കാം. നീ എന്തിനാ എന്നിങ്ങോട്ട് വരാൻ പോയത്? നല്ല ചൂടായിരിക്കും പറഞ്ഞായിരുന്നോ? ഏട്ടനെ പോലെ എനിക്കുണ്ട് ഇത്തിരി ചൂട്. മാളുവിന്റെ കാര്യത്തിൽ ഞാൻ ചൂടാവണ്ടേ ഏടത്തി? അതിന് സമരല്ല, വേണ്ടി വന്ന അയാൾക്കിട്ട് രണ്ട് കൊടുത്തുന്നും വരും. എന്നിട്ടിപ്പൊ ചമ്മിയില്ലേ എല്ലാരും? ഞാൻ അറിഞ്ഞു വിശേഷമൊക്കെ. അത് പിന്നെ അയാള് നല്ല അസല് പെർഫോമറാ, അത് മാനിക്കാണ്ട് പറ്റുമോ? ആ ഏതായാലും നമ്മുടെ പെർഫോമൻസിൽ മാള് ഹാപ്പിയാ, എനിക്കത് മതി. ഞാൻ ഏട്ടനോട് പറയണുണ്ട്. അയ്യോ ചതിക്കല്ലേ, ഞാൻ പോണു. ഉണ്ടിട്ട് പോവാടാ, നല്ല അവിയലുണ്ട്.
വേണ്ടേ, ഉണ്ണാനിരിക്കുമ്പോ അഷ്ടകലാശം കൂടി കാണേണ്ടി വരും. ഹോസ്റ്റലിൽ നല്ല അഴ കുഴമ്പൻ സാമ്പാറുണ്ട്. പോട്ടെ. കണ്ണായൻ മനമികെ അലൈപായുതേ അലൈപായുതേ കണ്ണായൻ മനമികെ അലൈപായുതേ നിന്നാനന്ദമോഹന വേണുഗാനമതി അലൈപായുതേ കണ്ണായൻ മനമികെ അലൈപായുതേ. മാളവിക നങ്ങിയാരെന്താ ഒളിച്ചു കളിക്കുന്നത്? ഇത് നാട്യശാസ്ത്രത്തിലുള്ളതാണോ? വരണം, മുന്നിലേക്ക് വരണം. താൻ പിന്നിലേക്ക് നിൽക്കൂ. നാട്യറാണിമാർ പിന്നിൽ നിൽക്കാൻ പാടില്ലല്ലോ. ഒന്നുകൂടി നോക്കാം. അലൈപായുതേ കണ്ണായൻ മനമികെ അലൈപായുതേ. നിർത്തൂ. തന്റെ മുഖം എന്താ ഇങ്ങനെ? അഭിനയിച്ചെന്നെ വരട്ടുകയാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ശാസ്ത്രവിധിയോ? കരുണരസമല്ല ഇവിടെ വേണ്ടത്, ശൃംഗാരം, സാത്വിക ശൃംഗാരം. ഇതും ഒരു ആനന്ദാവസ്ഥയാണ്. കലാമന്ദിരത്തിന്റെ അഭിമാനതാരത്തിന് മനസ്സിലാവണുണ്ടോ? എന്താ കുട്ടി, എഴുന്നേക്കൂ, എഴുന്നേപ്പിക്കൂ. കൊണ്ടു കൊണ്ടു. ഛേ, കഷ്ടായി പോയി. എന്തിനാ കുട്ടി കരഞ്ഞേ? മാഷെ കളിയാക്കിട്ടല്ലേ? ആണോ? എങ്കിൽ സാരമില്ല. നിങ്ങളുടെ കൂട്ടുകാരിക്ക് അഹങ്കാരത്തിന്റെ കൊമ്പുണ്ട്, അത് ഒടിക്കണം, അല്ലെങ്കിൽ അവൾ ഒന്നും ആവില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ മാഷെ? ചോദിക്കൂ. അരങ്ങേറ്റത്തിന് മാളവികയെ മാഷ് കൂവി, ഞങ്ങൾ എന്താ വെറുതെ വിട്ടത്? അതിന് പല കാരണങ്ങളുണ്ട്. നിങ്ങളൊക്കെ സാധാരണ കുട്ടികളെ പോലെ അരങ്ങേറി. തെറ്റുകുറ്റങ്ങൾ പൊറുക്കാം. ഇവൾ ആരാണ്? കലാമന്ദിരത്തിന്റെ അഭിമാനതാരവും. അഭിമാനതാരം ആ നിലവാരം പുലർത്തണം. അതൊന്ന്. പിന്നെ പ്രശംസിച്ച് പ്രശംസിച്ച് എല്ലാവരും കൂടെ ആ കുട്ടിയുടെ ഭാവി നശിപ്പിക്കുകയാണ്. നർത്തകി ലക്ഷണങ്ങളുള്ള ഒരു കുട്ടിയാണവൾ. അവളിൽ വലിയൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. ആ കുട്ടി അഹങ്കാരിയായി നശിക്കരുത്. അതിനുവേണ്ടി കൂവി. പിന്നെ കുറച്ച് എന്റെ കുറുമ്പ്, അങ്ങനെ പലതുമുണ്ട്. ഒരു നർത്തകിയുടെ കണ്ണുനീര് വീണ് ഈ കളരിയിൽ ഇന്നിനി പഠിപ്പ് വേണ്ട. എടി മാളു, അച്ഛനിരുന്നു, നിന്നെ വിളിക്കണു. എനിക്ക് വിശപ്പില്ല. നീ കുട്ടികളുടെ കൂടെ നടന്ന് ധിക്കാരം കാണിച്ചിട്ടല്ലേ അച്ഛൻ വഴക്ക് പറഞ്ഞത്? അതുകൊണ്ടൊന്നുമല്ല. പിന്നെന്താ? അയാൾ പറഞ്ഞത് ആലോചിച്ചിട്ടാ? അത് അയാളുടെ രീതി. നീ നിന്റെ ഗുരുക്കന്മാര് പറയണ പോലെ പഠിക്കുക. അദ്ദേഹം പറഞ്ഞതാണമ്മേ ശരി. എന്താ എന്താ പറഞ്ഞേ? നന്ദഗോപം പറഞ്ഞതാ ശരിയെന്നാ ഇപ്പൊ ഇവളും പറയണത്. ആ, അപ്പൊ അങ്ങനെ ആയോ? 3 കൊല്ലം ഞാൻ പഠിച്ചതും അഭ്യസിച്ചതൊന്നും നാട്യമേ അല്ല. മോളെ, 3 കൊല്ലം കൊണ്ട് ആർക്കും ഒന്നും പഠിക്കാൻ പറ്റില്ല. ഒരു അടിസ്ഥാനം ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അയാളുടെ രീതിയാണ് ശരിയെങ്കിൽ ആ ചിട്ടകൾ പഠിപ്പിക്കും. അതിനല്ലേ അയാൾ വന്നിരിക്കുന്നത്. ഓ, ഇത് പണ്ടാരാണ്ടോ പറഞ്ഞ പോലെ. എനിക്ക് വിശക്കണം, നീ വരണ്ടോ? ചെല്ലടി, നീ ഇരുന്നില്ലെങ്കിൽ കഴിച്ചൊന്ന് വരത്തേ ഉള്ളൂ. ഒപ്പം ചെന്ന് ഇരിക്കെങ്കിലും ചെയ്യേ. വാ. എന്താ നോക്കണേ? കാണാൻ. ഈ കണ്ണ്, മൂക്ക്, താടി. മാഷേ, ഉറങ്ങായിരുന്നോ? അല്ല, വെറുതെ കിടന്നു. ഇതിപ്പോഴും കഴിക്കണ്ടല്ലേ? ശീലായി പോയി. ആ, ഈ കളരി ഇപ്പൊ ആരും ഉപയോഗിക്കാറില്ല. പണ്ട് മാഷൊക്കെ ഏറ്റവും ഇഷ്ടം ഈ കളരിയായിരുന്നു. വൈകുന്നേരമൊക്കെ ഭാര്യയും കൂട്ടി ഇവിടെ വന്നിരിക്കുന്നത് കാണാറുണ്ട്. മാഷ് എന്നെ അന്വേഷിച്ച് വന്നാണോ? അല്ലെങ്കിൽ അതെ, ഇവിടെ ഉണ്ടെന്ന് എന്താ കാര്യം? ഇങ്ങോട്ട് കയറി വരൂ. മകളാ. അറിയാം. ഇന്ന് കളരിയിൽ വന്നില്ല. എന്റെ കളരിയിൽ വരണ്ടെന്ന് തീരുമാനിച്ചോ? ഇല്ല, അവള് വലിയ സങ്കടത്തിലാ.
ഓ ഇന്നലെ കുറെ ഞാൻ പരിഹസിച്ചു. ഇനി അങ്ങനെ ഉണ്ടാവില്ല. പൊയ്ക്കോളൂ. അയ്യോ, പരാതി പറയാനും ചോദിക്കാനൊന്നും വന്നതല്ല മോളെ. മാപ്പ് എന്നോട് പൊറുക്കണം. എന്തിന്? കുട്ടിയല്ലേ എന്നോട് പൊറുക്കേണ്ടത്. അരുത്, അങ്ങനെ പറയരുത്. എന്നെ കുറിച്ച് എന്റെ കൂട്ടുകാരോട് പറഞ്ഞതെല്ലാം അറിഞ്ഞു. അറിവില്ലായ്മ കൊണ്ട് ധിക്കാരം കാണിച്ചിട്ടുണ്ട്. പുറത്തു മാപ്പ് തരണം. എന്ത് ശിക്ഷയും സന്തോഷത്തോടെ സ്വീകരിക്കാം. ശിക്ഷയോ? എന്തിന്? അവൾക്കും എനിക്കും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ജ്ഞാനിയായ ഒരു ഗുരുവിനെ ഇപ്പോഴാ കിട്ടിയെന്ന് അവള് പറയണത്. ഒരു ദക്ഷിണ വാങ്ങി അവളെ അനുഗ്രഹിക്കും. ഞാനോ? അയ്യോ, അതൊന്നും വേണ്ട. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം. അത് തന്നെ കാലം അനുവദിക്കുമോ എന്ന് സംശയം. പുറമേ കാണുന്നതേ ഉള്ളൂ, ഉള്ളിൽ പലതും എരിഞ്ഞെരിഞ്ഞ് തീരാറായി. എനിക്കിനി മറ്റൊരു ഗുരുവില്ല. ഇത് സ്വീകരിക്കണം. ഇതൊന്നും എനിക്ക് വേണ്ട. ഒരു ഗുരുവിന് വേണ്ട യോഗ്യതയൊന്നും എനിക്കില്ല. ജ്ഞാനം കുറവ്, ഉള്ളത് തന്നെ പ്രവർത്തിക്കാൻ അറിയാൻ പാടില്ല. സ്വഭാവശുദ്ധി അറിയാലോ. ഇതൊന്നും പറഞ്ഞെന്നെ ഒഴിവാക്കരുത്. സ്വീകരിച്ച് അനുഗ്രഹിക്കണം. ഒന്നേ ഉള്ളൂ, അല്പം ലാളന കൂടിപ്പോയി. ആ ഒരു ദോഷം അവൾക്കുള്ളൂ. നൃത്തവും നൃത്യവും നന്നായിട്ടുണ്ട്. നാട്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. അത് സാത്വികമാണ്. മനസ്സിൽ നിന്നാണത് വരേണ്ടത്. അതിന് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. ഉഴുതുമറിച്ച് വെള്ളവും വളവും ചേർത്ത നിലം പോലെ വിത്ത് വീണാൽ മുളയ്ക്കണം. മുഖം വിടർന്ന ചെന്താമരപ്പൂ പോലായാൽ മാത്രം പോരാ, അത് കണ്ണാടി പോലെ നവരസങ്ങളും പ്രതിഫലിക്കണം. അതിനാണ് സാധകം. ചായ നിങ്ങൾക്ക് വേണോ? വേണ്ട. ഞാൻ ഒരു കട്ടൻ ചായ കൊണ്ടുവന്നിട്ടുള്ളൂ. കട്ടൻ ചായ എന്തിനാ? സാധനം കൊണ്ടുവരാനല്ലേ പറഞ്ഞു വിട്ടു. ഇത് അത് തന്നെയാന്ന്. കട്ടൻ ചായ ചേർത്തല്ലേ, ആരും അറിയാണ്ടിരിക്കാൻ. നശിപ്പിച്ചു. അറിഞ്ഞാലിപ്പോ എന്താ? മധുരം ഇട്ടിട്ടില്ലല്ലോ. ഞാൻ അത്ര മണ്ടനാ. ഒരു സുഖമില്ല. കുപ്പിയോ? കുപ്പി ഞാൻ കടയിൽ തന്നെ വെച്ച്. നോണ. ആടാ എടുത്തിട്ടില്ലാന്ന്. പിന്നെ എന്താ? നീ ഇതുപോലെ വെച്ച് പണ്ടാറടങ്ങല്ലേ? മനുഷ്യന് ജീവിക്കണ്ടേ? മതി. നീ വയ്ക്കോ. അപ്പൊ അതോ? ഇതിവിടെ ഇരിക്കും. ഓടോ. ക്ഷമിക്കണം. പറയാനുള്ള അധികാരമോ അടുപ്പമോ ഇല്ല. എങ്കിലും കടമയുണ്ടല്ലോ ഒരു ശിഷ്യയുടെ. ഇത് നിർത്തിക്കൂടെ? എന്ത്? ഞാൻ കണ്ടു. പ്രിൻസിപ്പലിന്റെ മകൾ എന്ന അധികാരം വേണ്ട. മാളവിക എന്ന വിദ്യാർത്ഥിനിയായാൽ മതി. ദക്ഷിണ സ്വീകരിച്ചു എന്ന് വെച്ച് ശിക്ഷയുടെ അവകാശമൊന്നും കാണിക്കണ്ട.